എന്തു വേണം? ആ സദ്യ കേമായി. അവിടുന്ന് കഴുകാം. ഇതൊക്കെ എല്ലാവരുമായി അടുത്ത് ഇടപഴകാനും സമാധാനത്തോടെ രണ്ട് കൊച്ചു വർത്താനം പറയാനും, അല്ലാതെ ഈ സദ്യയിലും സൽക്കാരത്തിലും വലിയ കാര്യമൊന്നുമില്ല. കയറിയിരിക്കൂ. കേട്ടറിഞ്ഞു വരുന്നതാ, അവന്റെ പിറന്നാളാണെന്ന് കേട്ടു. ഒരു ഊണ് തരപ്പെട്ടാലോ? മറന്നതല്ല, അന്വേഷിച്ചിരുന്നു. വരൂ. ക്ഷണിക്കാതെ വന്ന അതിഥി എന്താ അതല്ലേ ശരി? അങ്ങനെ കരുതണ്ട തിരുമേനി. യോഗ്യനായ അങ്ങക്ക് ഇങ്ങോട്ട് വരാൻ ക്ഷണത്തിന്റെ ആവശ്യമില്ല. തിരുമേനി ഇരിക്കൂട്ടോ. ജോസെ, സാമൂഹ്യ പ്രവർത്തനമൊക്കെ എങ്ങനെ പോണു? തരക്കേടില്ലാതെ പോണു തിരുമേനി. തിരുമേനി ഊണ് കഴിക്കാൻ വരും. വിശപ്പില്ല, ഈ സ്നേഹം തന്നെ എന്റെ വയറ് നിറച്ചു. ഇപ്പൊ എവിടെയാ? കാണാറില്ല. അഷ്ടമിച്ചിറല. മകന്റെ അടുത്താവൂല്ലേ? തിരുമേനിക്ക് സുഖമായി. വയസ്സുകാലത്ത് മകന്റെയും കുട്ടികളുടെയും കൂടെ സ്വസ്ഥമായി അല്ലേ? മകൻ അച്ഛനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ആക്കിയിരിക്കുക. സദനത്തിലേ വെറും സദനമല്ല, വൃദ്ധസദനം. ചടങ്ങ് നടക്കട്ടെ. ചടങ്ങ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ചെറിയൊരു പിറന്നാൾ സമ്മാനം. അത് എൻ്റെ ഈ അതിഥി തന്നെ കൊടുക്കട്ടെ. അതും ഒരു നിമിത്തം. എന്താ പേര്? രമേശൻ. നല്ല പേര്. പേര് പോലെ തന്നെ പ്രസന്നമാവണം കാര്യങ്ങളും കേട്ടോ. നന്നായി പഠിക്കണം, മിടുക്കനാവണം. തിരുമേനി വരൂ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. അത് രമേശന് മാത്രമല്ല, എല്ലാവർക്കും കൂടിയുള്ളതാണ്. അപ്പോൾ തിരുമേനിയുടെ വക ഒരു മാന്ത്രിക വിദ്യ കൂടി കാണാൻ കഴിയുമെന്നർത്ഥം. എന്നാൽ ഈ സമ്മാനം തിരുമേനി തന്നെ കൊടുക്കട്ടെ. ഇത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മറ്റൊന്നുമല്ല, ഒരു മൊബൈൽ ഫോൺ. ഇത് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്, അനാവശ്യവുമാണ്. ഉപയോഗിക്കുന്ന പോലെയാണ്, നന്നാവലും ചീത്തയാവലും. എന്നാൽ ഞാൻ ഇറങ്ങാട്ടോ. എന്നാ ശരി. ഒരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞു. മറന്നിട്ടില്ല. ഇത് വെറും കല്ലാണ്, വെറും ചരല്. ആർക്കും ഒരു സംശയമില്ലല്ലോ. ഇതുകൊണ്ടൊരു പ്രയോഗമുണ്ട്. ഇതാ കണ്ടോളൂ. എന്റെ രമേശ, എന്റെ പിറന്നാളിന് എനിക്ക് വരാൻ പറ്റിയില്ല. നീ എന്നോട് ക്ഷമിക്ക്. മോഹനേട്ടാ, എനിക്ക് അച്ഛൻ സ്മാർട്ട് ഫോൺ വാങ്ങി തന്നു. അത് നന്നായി. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്റെ രമേശ, ഈ ലോകം മുഴുവൻ ഞാൻ കാണിച്ചു തരാം. രമേശേട്ടാ വാ. ശരി. ആ രമേശ, എന്റെ പിറന്നാളിന് എനിക്ക് ചെലവ് തന്നില്ല. നിന്റെ മൊബൈലും ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഞാൻ കാട്ടിത്തരാം മോഹനേട്ടാ. എന്നാ ശരിടാ.
രാജേഷേട്ടനല്ലേ? അല്ല, രമേശനാ. ഓ സോറി, റോങ് നമ്പർ. ഹലോ. ആ രാജേഷേട്ടനല്ലേ? അല്ല, രമേശനാ. ഓ സോറി. ആ ശരി. എന്താ ചെങ്ങായി എൻ്റെ പിറന്നാളായിട്ട് നമ്മളോടൊന്നും അറിയിച്ചില്ലല്ലേ ഈ? നോക്കട്ടെ ഫോൺ. അച്ഛന്റെ പിറന്നാൾ സമ്മാനാ. ഹായ്, നല്ല ഫോണാണല്ലോ. ആരാടാ? ഒരു കോൾ വരുന്നല്ലോ ഇതില്. ആരാടാ ഈ വിളിക്കണേ? അത് ഏതോ ഒരു പെണ്ണാ. കുറെ പ്രാവശ്യമായി വിളിക്കുന്നു. എന്നിട്ട് ഈ എന്താ പറഞ്ഞ്? ഞാൻ എന്തു പറയാനാ? ഈ ഫോണൊന്നും എടുത്ത് നോക്കിയേ. കട്ടായി. എന്ത് ചാൻസാ നഷ്ടായി എൻ്റെ രമേശ. എൻ്റെ പൊന്ന് രമേശ, ഒരു പെണ്ണ് 2 പ്രാവശ്യം വിളിക്കുമ്പോൾ സൂക്കേട് വേറെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? രമേശ, നമ്മളവളെ വിളിക്കും. എന്തിനാ വിളിക്കുന്നേ? നീ ഇപ്പൊ പറയും എന്തിനാ വിളിക്കണേന്ന്, പിന്നെ നീ പറയും വിളിച്ചതൊക്കെ നന്നായിന്ന്. വിളിക്കണ്. ഞാൻ എന്തു പറയാനാ? നീ ഐശ്വര്യമായിട്ട് ഫോൺ എടുക്കും. ഹലോ. ഹലോ, ഞാനിടയ്ക്ക് വിളിക്കുന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞേ? രമേശ്. വിവാഹിതനാണോ? അല്ല. ചേട്ടന്റെ ഫോട്ടോ ഒന്ന് തരുമോ? എന്ത് ഫോട്ടോ? ഒരാള് വരുന്നുണ്ട്, കട്ട് ചെയ്യാ. ശരി. എന്നാ ശരി. ഓളാക്കില്ലടാ രമേശ. എന്റെ ഫോട്ടോ വേണത്രേ. എൻ്റെ ഫോട്ടോ അയച്ചോ? നീ ഒന്ന് പ്രേമിക്കടാ രമേശ. സൈറൺ മുഴങ്ങി അത് അവസാനിക്കുന്നതോടുകൂടിയായിരിക്കും H2O ഫ്ലാറ്റ് സമുച്ചയത്തിൽ സ്ഫോടനമുണ്ടാകുക. 3ാമത്തെ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. കൃത്യമായി 3ാമത്തെ സൈറൺ മുഴങ്ങിയിരിക്കുന്നു. 2ാമത്തെ സൈറൺ മുഴങ്ങി 5 മിനിറ്റുകൾക്ക് ശേഷം 3ാമത്തെ സൈറൺ മുഴങ്ങി. സൈറണിന്റെ അവസാനമാകുമ്പോഴേക്കും ബ്ലാസ്റ്റിംഗ് നടന്നിരിക്കും.
കല്യാണം കഴിഞ്ഞിട്ട് 8-10 കൊല്ലത്തോളമായി. എന്തൊരു ഒത്തൊരുമയിൽ പോയ കുടുംബം ഇത്. ഇപ്പോൾ കുട്ടികളിലും ശ്രദ്ധയില്ല, കുടുംബത്തിലും ശ്രദ്ധയില്ല. എന്താ മോളെ ഇത്? എന്ത് പറ്റി നിനക്ക്? അതൊക്കെ ശ്രീധരേട്ടന്റെ തോന്നല, സംശയ. അച്ഛാ, ഇതിനു മുന്നേ ഞാൻ ഇവിടെ സംശയിച്ചിട്ടുണ്ടോ? അച്ഛൻ പറ. നീ പറയുന്നത് ശരിയാ. ഇവിടെ എന്തോ നടക്കാൻ പാടില്ലാത്ത നടക്കുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്കത് മനസ്സിലാവുന്നു. എന്തുണ്ടെന്ന് അച്ഛൻ പറയുന്നേ? ഇങ്ങർക്ക് പ്രാന്ത്. ആരടി ഇയാള്? നിങ്ങൾ എന്നെ കണ്ടതിനൊക്കെ ഭാര്യയെ സംശയിക്കുന്ന നിങ്ങൾ എന്നെ. സംസാരിച്ച് അതിരി അടക്കുന്നു മോളെ. ഈ നിലയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ പോവുക സംശയിക്കാത്തൊരിടത്തേക്ക്. എന്തൊക്കെ മോളെ ഈ പറയണത്? മടുത്തു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ആരാ? എന്തു വേണം? ഈ രമേശൻ നായർ എൻ്റെ മകനാണ്. സിവിൽ എഞ്ചിനീയർ. ഗവൺമെന്റ് സർവീസിലുള്ള. എന്താ കാര്യം? കാണേണ്ട കാര്യമുണ്ട്. ഗായത്രി വന്നു പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്നതിൽ കുറച്ച് ശരിയും കുറേ തെറ്റുകളുമുണ്ട്. എൻ്റെ മകൻ സിവിൽ എഞ്ചിനീയർ അല്ല. ഗവൺമെന്റ് സർവീസിൽ ജോലിയുമില്ല. എനിക്ക് തന്ന വിലാസം ഇത് തന്നെയാ. അദ്ദേഹത്തിന്റെ നമ്പർ 9387556202. നമ്പർ ശരി തന്നെയാണ്. ഞാൻ അവനെ വിളിക്കാം. രമേശ, ഇത് രമേശൻ നായരല്ല. ഇതല്ല. പിന്നെ ഇവന്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി? ഇവനുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താണ്? ഞാനും എൻ്റെ അച്ഛനാണ്. ഇതാണ് രമേശൻ നായർ. ഇന്നലെ രാത്രി ഞങ്ങൾ സംസാരിച്ചതാ. സംഗതി പിടികിട്ടി. ഇത് മോന്റെ ഫോട്ടോ. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അവളെല്ലാം ഉപേക്ഷിച്ചിട്ടാ പോകുന്നത്. അവളുടെ ഭർത്താവിനെയും മോനെയും പിന്നെ എന്നെയും. എന്താ മാധവട്ടെ പ്രശ്നം? മെമ്പർ ഇങ്ങോട്ട് വരൂ. ഈ മൊബൈൽ ഒന്ന് നോക്കൂ. നമ്പർ രമേശന്റെ, ഫോട്ടോ മോഹന്റെ. മൊബൈൽ പ്രേമം. അതിവരുടെ അച്ഛൻ, ഭർത്താവ്, മകൻ. ഈ ഫോട്ടോയിൽ കാണുന്ന മോഹനൻ ഒരു കള്ളനാണ്. അതായത് ഈ നാട്ടിലെ മുഴുവൻ പിള്ളേരെയും വഴി തെറ്റിക്കുന്ന ആൾ. കുട്ടിയും കുടുംബവുമുള്ള നിങ്ങൾക്ക് ഇനിയൊരു ജീവിതം വേണം. ഇവരുടെ ജീവിതം എന്താവുമെന്ന് ഓർത്തോ? എന്ത് ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? സെക്സ്. അതാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എത്ര കാലം നിലനിൽക്കും ഈ സെക്സ്? ഈ മോഹനനും നിങ്ങളെ മടുത്താലോ? ഇവന്റെ മുഖം കാണാതെ ഒരു നേരം നിനക്ക് കഴിയാൻ പറ്റുമോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പറ്റുമോ? പോകൂ അവരുടെ കൂടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരാണ്. അച്ഛൻ, ഭർത്താവ്, മോൻ. ഇനിയും സമയമുണ്ട്. നല്ലൊരു വീട്ടമ്മയാകും. സോറി അച്ഛാ. മോനിരിക്കി. അച്ഛൻ്റെ സ്നേഹസമ്മാനം മോനത് ദുരുപയോഗപ്പെടുത്തി. ഇനി മോനത് വേണ്ട. പഠിച്ച്
ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനാകുമ്പോൾ മോനത് ഉപയോഗിക്കാം. മോഹങ്ങളമിത കാഹം